അസ്ഹാബുൽ ബദരീങ്ങളുടെ പോരിഷകൾ പരിശുദ്ധ ഖുർആനിൽ ധാരാളമായി അല്ലാഹു തആല ബദരീങ്ങളുടെ പോരിഷകൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ലോകത്ത് തുല്യതയില്ലാത്തൊരു സമരമായിരുന്നു ബദർ യുദ്ധം. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ ധാരാളമായി ബദരീങ്ങളുടെ മഹത്വം പുകഴ്ത്തി പറഞ്ഞു. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അസ്ഹാബുൽ ബദരീങ്ങളുടെ മഹത്വം എടുത്തു പറഞ്ഞു. അസ്ഹാബുൽ ബദരീങ്ങളെ സന്തോഷിപ്പിക്കുക, അവരുടെ മഹത്വങ്ങൾ പറയുക, അവരുടെ വരദാനങ്ങൾ പറയുക, പാടുക, ഇതൊക്കെ മുഅ്മിനീങ്ങൾക്ക് അവരുടെ ഈമാനിക വർദ്ധനവിന് ആവശ്യമാണ്. ഒരു ദിവസം സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളെ വന്നിട്ട് മുസ്തഫ നബി തങ്ങളോട് ചോദിക്കുന്നു, അല്ലാഹുവിൻ്റെ ഹബീബേ, ബദരീങ്ങൾക്ക് നിങ്ങൾ കൊടുക്കുന്ന സ്ഥാനം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീലിനോട് പറഞ്ഞു, അഫ്ളലു മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ടോപ്പ് സ്ഥാനം അലങ്കരിക്കുന്ന ആളാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ പറഞ്ഞു, മുസ്തഫ നബിയെ, ബദരീങ്ങളുടെ കൂട്ടത്തിൽ പങ്കെടുത്ത ബദരീങ്ങൾക്കും ബദരീങ്ങളായിരിക്കുന്ന മലായികത്തീങ്ങൾക്ക് മറ്റു മലക്കുകളെ അപേക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ സ്ഥാനമുണ്ടെന്ന് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. അപ്പം പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അസ്ഹാബുൽ ബദരീങ്ങളുടെ മഹത്വങ്ങൾ ധാരാളം പറഞ്ഞിട്ടുണ്ട്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഒരു മജ്ലിസിലേക്ക് ബദരീങ്ങൾ കയറി വന്നാൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് പ്രത്യേകമായ റെസ്പെക്റ്റ് കൊടുത്തിരുന്നു. കാരണം ബദർ യുദ്ധവും അതുമായി ബന്ധപ്പെട്ടതെല്ലാം ത്യാഗങ്ങളാണ്. ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും സഹിച്ചുകൊണ്ടാണ് നമ്മുടെ കയ്യിലേക്ക് അസ്ഹാബുൽ ബദരീങ്ങൾ അള്ളാഹുവിൻ്റെ മഹത്തരമായി ദീനുൽ ഇസ്ലാമിനെ ഏൽപ്പിച്ചു തന്നിട്ടുള്ളത്. ത്യാഗങ്ങളുടെ മേൽ ത്യാഗമാണ്. ബദരീങ്ങളെ അനുസ്മരിക്കുക എന്നത് ഈമാനുള്ള ഏതൊരാൾക്കും നിർബന്ധമാണ്. ബദരീങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ മഹത്വങ്ങൾ ധാരാളമായി കവിതകൾ അറബിയിലും മലയാളത്തിലും മറ്റു ഭാഷകളിലുമെല്ലാം തന്നെ ബദരീങ്ങളുടെ മഹത്വങ്ങൾ ഒരുപാട് ആളുകൾ പാടിയിട്ടുണ്ട്. അതിൽ നമ്മൾ പഴയകാലത്തെ നമ്മൾ വീടുകളിലൊക്കെ ഉപ്പമാരും ഉമ്മമാരൊക്കെ ചൊല്ലി വന്നത് ബദരിയത്തുൽ ഹംസിയ എന്ന ബദറുബൈത്താണ്. ബദറുബൈത്ത് വലിയ മഹത്വമുള്ള ഒന്നാണ്. അസ്ഹാബുൽ ബദരീങ്ങളെ മദ്ഹ് പറഞ്ഞ് അവരുടെ പേര് ചൊല്ലി ദുആ ചെയ്യലാണത്. അതിൻ്റെ തുടക്കം ബിസ്മിൽ മുഹൈമിനി അബ്തദീം ലായി വബിഹംദിഹി ശുക്രൻ ലന്നഉമായി ثم الصلاة مع السلام على الذي قد خص بالمعراج والإسراء. ബിസ്മിയും ഹംദൊക്കെ തുടങ്ങിയിട്ട് ബദരീങ്ങളുടെ മഹത്വങ്ങൾ പറയാണ്. വല്ലാലി വല്ലസ്ഹാബി അഅ്ലാമിൽ ഹുദാ സീദിൽ മശാഹിദി മുൻജിദിൽ ലഹ്ഫായി വനളംതുഹാ ഹിർസൻ ലിയസ്ഹുല ഹിഫ്ളുഹാ മർഹം ലിഹാലിൽ ഖാരി തല്ലായി. ഈ
ബദരീങ്ങളുടെ ബദറുബൈത്ത് ഞാൻ ഹംസിയ അത് ബൈത്തുകളാക്കിക്കൊണ്ട് കോർവയിൽ ഒപ്പിച്ചതാണ്. അതെന്തിനാണ്? ലിയകൂന ഫീ ഹിഫ്ളില്ലാഹി വയർസിഹി മിൻ കുല്ലി മാ യുഖ്ശാ മിനൽ ഈദായി. ചെല്ലുവാനും പഠിക്കുവാനും ഒക്കെ വളരെ സിമ്പിളാണ്. ബദരീങ്ങളുടെ പേര് എഴുതി വെച്ച വീട്ടിൽ വലിയ ബർക്കത്താണ്. ബദരീങ്ങളുടെ പേരുകൾ ചൊല്ലുന്നവർക്ക് വലിയ ബർക്കത്താണ്. അയ്ലൻ വയഅമന മിൻ അദുവിൻ സായിലിൻ വഇദാ സമാ ഫിൽ ഫുൽകി ശർറു വബായി. അങ്ങനെ അസ്ഹാബുൽ ബദരീങ്ങളുടെ മഹത്വങ്ങൾ ഇങ്ങനെ ഈ ബദർ ബൈത്തിൻ്റെ ബദരിയത്തുൽ ഹംസിയ ഇതിനൊരുപാട് വ്യാഖ്യാനങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. ഇത് ചെല്ലുന്ന ആളുകൾക്ക് ബദർ സ്മരണ നമ്മുടെ ജീവിതത്തിലുണ്ടായാൽ വത്തറൽ അജായിബ ഇത് അദംത തിലാവതൻ ഫിഹാ മഅൽ സുബാഹി വൽ ഇംസായി. വത്തറൽ അജായിബ അത്ഭുതങ്ങൾ നിനക്ക് കാണാം മോനെ. ഇത് അദംത തിലാവ എന്നും അസ്ഹാബുൽ ബദരീങ്ങളുടെ പേരുകൾ ദായിമയായി നീ ചൊല്ലി വന്നാൽ ഫിഹാ മഅൽ സുബാഹി വൽ ഇംസായി പ്രഭാതത്തിലും പ്രദോഷത്തിലും അസ്ഹാബുൽ ബദരീങ്ങളുടെ പേരങ്ങ് ചൊല്ലിയാൽ വത്തറൽ അജായിബ നിന്റെ ജീവിതത്തിൽ നിനക്ക് അത്ഭുതങ്ങൾ കാണാം. മാഷാ അല്ലാഹ്. അങ്ങനെയുള്ള മഹാന്മാരായിരിക്കുന്ന അസ്ഹാബുൽ ബദരീങ്ങളുടെ മഹത്വങ്ങൾ ഒരുപാട് നമ്മുടെ അറബിയിൽ വിരിഞ്ഞിട്ടുണ്ട്. മലയാളത്തിലും അസ്ഹാബുൽ ബദരീങ്ങളുടെ കാവ്യങ്ങൾ ഒരുപാട് വിരിഞ്ഞിട്ടുണ്ട്. അസ്ഹാബുൽ ബദരീങ്ങളുടെ മഹത്വങ്ങൾ അതിൽപ്പെട്ടതാണ് ബിസ്മിയും ഹംദും സലാത്തും സലാമാലും ബിൻ്റെ പീറകെ തോടങ്ങുന്നൻ യാ അല്ലാ അഷ്റഫദാനെ സ്വാഹബുൽ ബദർമാല ആടുവാനെന്നിൽ ഓതക്കം വശങ്ങളാ തശ്രീഫാദാണോ റാസ് മക്കളൊക്കെയും തീർത്ത് മോശിയുവാൻ ഏകണം നീയല്ലാ ബഷറിലും ജിന്നിലും ആകെ മുർസലായി ബാണനബിൻ്റെ താ നീയും അരുളല്ലാ നിറവായ എല്ലാ സ്വഹാബാരെ കാണേയും നേശം പാടച്ചോൻ ഇവർകളെ ആക്കുമേ ഒരു നാൾ നബിയോട് ഓതി ജിബിരിലും ഉങ്കൾ വിചാരം ആ വേറെ കൊണ്ടെന്താമേ. നേരത്തെ പറഞ്ഞ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, നബിയെ അസ്ഹാബുൽ ബദരീങ്ങളെപ്പറ്റി തങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പം നബി തങ്ങൾ പറഞ്ഞു, ഒരു കേട്ട് ത്വാജവാബൻ സ്വഹാബികൾ ഒക്കെയിൽ പോരീശ പെറ്റോറി വേരാമേ. മറ്റ് സ്വഹാബത്തുകളുടെ കൂട്ടത്തിൽ ബദറിൽ പങ്കെടുത്ത മഹാന്മാരായ സ്വഹാബത്തുകൾക്ക് വലിയ ശ്രേഷ്ഠതയുണ്ട്. സയ്യിദനാ വ ഹബീബുനാ റസൂലുള്ളാഹ് അസ്ഹാബുൽ ബദരീങ്ങളുടെ മദ്ദങ്ങൾ അറബിയിലും മലയാളത്തിലുമായി ധാരാളം കവിതകൾ വിരിഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മൾ മലയാളത്തിൽ വിരിഞ്ഞ കവിതകളുടെ കൂട്ടത്തിൽ വളരെയേറെ പ്രസിദ്ധിയാർജിച്ചതാണ് ബഹുമാനപ്പെട്ട മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ
മനോഹരമായ അവതരണം. മൊയ്ൻകുട്ടി വൈദ്യരാണ് ആധികാരികമായി ബദർ യുദ്ധം നടക്കുന്നത് പോലെ അസ്ഹാബുൽ ബദരീങ്ങളുടെ മഹത്വങ്ങൾ മൊയ്ൻകുട്ടി വൈദ്യർ വരച്ച് കാണിക്കുന്നുണ്ട്. നമ്മുടെ മലയാളത്തിൽ ധാരാളം കവിതകൾ അസ്ഹാബുൽ ബദരീങ്ങളെ പറ്റിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതിൽ മുസ്ലിം മനസ്സുകളിൽ എന്നുമെന്നും താലോലിക്കുന്നൊരു പാട്ട്, ബദർ യുദ്ധകാളം തന്നിൽ പടവെട്ടി വിജയിച്ച ബഹുമാന്യ ശുഹദാഉൽ ബദരീങ്ങളെ, ബദർ യുദ്ധകാളം തന്നിൽ പടവെട്ടി വിജയിച്ച ബഹുമാന്യ ശുഹദാഉൽ ബദരീങ്ങളെ, ഉദികത്തും ഇസ്ലാമിൻ ഉയിർമാലും കൊടുത്തുള്ള ഉശിര പോൽ പൂലികളാം ശുഹദാക്കളെ, ബദർ യുദ്ധകാളം തന്നിൽ പടവെട്ടി വിജയിച്ച ബഹുമാന്യ ശുഹദാഉൽ ബദരീങ്ങളെ. ബദരീങ്ങളുടെ സ്മരണ മുസ്ലിം മനസ്സുകളിൽ മായാതെ നിൽക്കുന്ന ഒരുപാട് കവിതകൾ നമ്മുടെ കൈരളിയിൽ വിരിഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അടരാടി ബദർ രക്തസാക്ഷികളെ അൻഹോ മുറലി അല്ലാ ചൊല്ലും സദാ, അവരാണ് 313 പേർ അഹ്ലുൽ കുഫ്റോട് പൊരുതിയോരാം. അടരാടി ബദർ രക്തസാക്ഷികളെ അൻഹോ മുറലി അല്ലാ ചൊല്ലും സദാ, അവരാണ് 313 പേർ അഹ്ലുൽ കുഫ്റോട് പൊരുതിയോരാം. എല്ലാ സ്ഥലങ്ങളിലും അസ്ഹാബുൽ ബദരീങ്ങളുടെ മഹത്വങ്ങളാണ്. അസ്ഹാബുൽ ബദരീങ്ങളുടെ മഹത്വങ്ങൾ വ്യത്യസ്തങ്ങളായ ശൈലി. മറ്റൊന്നാണ് സമുദായോൻ്റെ അലറത്തിലെന്നും ഹയാത്തുള്ള ഷൗക്കുറ്റ ബദർ ശുഹദാക്കളെ, സമുദായത്തിനായുയർമാലും കൊടുത്തുള്ള സൗഭാഗ്യമുത്ത് ബദരീങ്ങളെ, ധീരതയോടെ ദീൻ ഇസ്ലാമിനെ നേടിക്കൊടുത്തൊരു യോദ്ധാക്കൾ, ക്രൂരന്മാരുടെ മുമ്പിൽ വിനയന്മാർ കാട്ടിക്കൊടുത്തൊരു നേതാക്കൾ, ധീരതയോടെ ദീൻ ഇസ്ലാമിനെ നേടിക്കൊടുത്തൊരു യോദ്ധാക്കൾ, ക്രൂരന്മാരുടെ മുമ്പിൽ വിനയന്മാർ കാട്ടിക്കൊടുത്തൊരു നേതാക്കൾ, നേതാക്കൾ തക്ബീറുമാർത്തി വിളിച്ചിട്ട് അടരാടി അവർ ബഹുജോറിലെ, അടരാടി അവർ ബഹുജോറിലെ. സ്വഹാബുൽ ബദരീങ്ങളുടെ മഹത്വങ്ങൾ ലോകത്തിനെന്നും സന്തോഷമാണ്. അതിൽ മഹാകവി മൊയ്ൻകുട്ടി വൈദ്യരുടെ മനോഹരമായിരിക്കുന്ന ബദർ കിസ്സപ്പാട്ടാണ് അതിൽ ടോപ്പായി നിൽക്കുന്നത്. മൊയ്ൻകുട്ടി വൈദ്യരുടെ മനോഹരമായ അവതരണം അത് ആരെയും അത്ഭുതപ്പെടുത്തും. ബദറുൽ ഹുദാ യാസീനൻ നബി ഖറജായ നേരം വളർക്കൊടി 3 കെട്ടിടയതിലുണ്ട്, അബിയൽ വർണ്ണമതാം പിൻരണ്ടും അസ്വദുമാമേ. ബദറുൽ ഹുദാ
യാസീനൻ നബി ഖർജായ നേരം വളർക്കൊടി മൂന്നെണ്ണം കെട്ടിടയതിലുണ്ട്. അബിയൽ വർണ്ണമതാം പിൻരണ്ടും അസ്വദുമാമേ. മോയിൻകുട്ടി വൈദ്യരെ ഇങ്ങോട്ട് അവതരിപ്പിക്കുമ്പോൾ അതൊരു പ്രത്യേക മാസ്മരിക ശക്തിയാണ്. മോയിൻകുട്ടി വൈദ്യരുടെ മനോഹരമായ അവതരണത്തിൽ അബൂജാഹിലിൻ്റെ ഒരു പുറപ്പാടിൻ്റെ രംഗം വളരെ സമർത്ഥമായിട്ടാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. പുറപ്പെട്ടബുജാഹിലുടൻ കിബർ പൊങ്ങിയളുന്തിലിബാസ് ചമൈന്ത് പുതുമാ കസബീട്ടകൻ കൈത്തം ഹരീറുമുടുത്തിടവേ മിക മികവായ പട്ടുകളാൽ ഉളമേൽ ചട്ടകളും അരനാട ചട്ടികളും പല പണി പുതുതായെടുത്തൊരു ഹാത്തും വിരൽക്ക് പതിച്ചിടലായി. പുറപ്പെട്ടബുജാഹിലുടൻ കിബർ പൊങ്ങിയളുന്തിലിബാസ് ചമൈന്ത് പുതുമാ കസബീട്ടകൽ ബൈത്ത് ഹരീറുമുടുത്തിടവേ. അത് മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ മനോഹരമായ ഒരു ആവിഷ്കാരമാണ്. അങ്ങനെ ബദരീങ്ങളുടെ മനോഹാരിത, അവർ ഈ ലോകത്തിന് ഈമാനുള്ള ഏതൊരാൾക്കും ബദർ അനുസ്മരിക്കാതെ കഴിയില്ല. ബദരീങ്ങളുടെ മഹത്വവും അവരുടെ ആവേശവും ഉൾക്കൊള്ളാൻ നമുക്ക് ഈമാനുള്ള ഏതൊരാളും ബദരീങ്ങളുടെ പേര് പറയണം, ബദരീങ്ങളുടെ മേൽ ഫാത്തിഹ ഓതണം. ഒരുപാട് കവിതകൾ മലയാളത്തിൽ ബദരീങ്ങളുടെ മഹത്വങ്ങൾ വിളിച്ചോതിയിട്ട് പറയുന്നുണ്ട്. ബദറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ഗദ്യങ്ങളും പദ്യങ്ങളും വന്നിട്ടുണ്ട്. അതിൽ മറ്റൊന്നാണ് ബദരീങ്ങളെ പെറ്റ നാടു കാണാൻ ബഹ്റാലയും നീന്തി വന്നവൻ ഞാൻ. ബദറും മുഹദത്രയോ പോർക്കളങ്ങൾ ഇന്ന് ബൈത്തുകൾ മൂളുന്ന കായ്ച്ചലകൾ. ആ പാട്ടൊക്കെ പാടുമ്പോൾ നമ്മളെ ബദറിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകാണ്. ബദറൊന്ന് പോയി കാണേണ്ടതാണ്. ബദർ യുദ്ധ രണാങ്കണമൊന്ന് പോയി കാണാം. അർഹമുറാഹിമായ റബ്ബ് ബദർ യുദ്ധ രണാങ്കണമൊന്ന് കാണാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അവിടെ നമുക്ക് പോകണം. അതിനെന്നും ബദരീങ്ങളുടെ മേൽ അവരുമായൊരു കണക്ഷൻ ഉണ്ടാകുക, ബദരീങ്ങളുടെ മേൽ എന്നും ഒരു ഫാത്തിഹ ഓതുക. എന്നാൽ ബദരീങ്ങളുമായുള്ളൊരു ബന്ധം നമുക്കുണ്ടാവുകയും ബദർ യുദ്ധ രണാങ്കണത്തിൽ ഒന്ന് നമുക്ക് അവിടെ എത്തിപ്പെടാൻ അള്ളാഹു അവസരം ഒരുക്കി തരികയും ചെയ്യും. ബദരീങ്ങളുടെ മേൽ ഫാത്തിഹ ഓതാത്ത ഒരു ദിവസവും നമ്മളിൽ കഴിഞ്ഞു പോകാൻ പാടില്ല. അതിൽ അസ്ഹാബുൽ ബദരീങ്ങളുടെ മഹത്വങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ബദർ യുദ്ധ രണാങ്കണത്തിൻ്റെ ഭാഗത്ത് ബഹുമാനപ്പെട്ട സവാദ് റളിയല്ലാഹുവിന് തങ്ങളുടെ മനോഹരമായൊരു ഇടപെടലുണ്ട്. സവാദ് റളിയല്ലാഹുവിന് തങ്ങൾ വല്ലാത്ത ആശിഖ് റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സവാദ് റളിയല്ലാഹുവിന് തങ്ങൾ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബദർ യുദ്ധ രണാങ്കണത്തിൻ്റെ ആ സഫിൻ്റെ ഭാഗത്ത് മുസ്തഫ നബി തങ്ങൾ എല്ലാവരെയും ശരിപ്പെടുത്തുകയാണ്. ഹദീസിലേക്ക് നമുക്കെടുക്കാം. قال ابن إسحاق حدثني حبان بن واسي رضي الله عنه أن رسول الله صلى الله عليه وسلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദല സുഫൂഫ അസ്ഹാബിഹി യൗമ ബദർ. ബദർ യുദ്ധ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്ഹാബികളുടെ സഫുകൾ ഇങ്ങനെ റെഡിയാക്കി നിർത്തുകയാണ്. ആ സമയത്ത് വഫീ യദിഹി ഖദ്ഹുൻ, റസൂലുള്ളാഹിന്റെ കയ്യിൽ ചെറിയൊരു വടിയുണ്ട്.
നബി തങ്ങൾ ആ വടി കൊണ്ട് യുഅദ്ദിലു ബിഹിൽ ഖൗമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ എല്ലാവരെയും അണിയൊപ്പിച്ച് സഫ് റെഡിയാക്കി നിർത്തുകയാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരോടും റെഡിയാക്കി നിർത്തുന്ന സമയത്ത് ഫമറ ബി സവാദ് ബിൻ അസിയ, സവാദ് എന്നോടടുത്ത് എത്തിക്കഴിഞ്ഞു. അപ്പോൾ വഹുവ മുസ്തന്തിലും മിനസ് സഫി, സഫിൽ നിന്ന് അല്പമൊന്ന് വിട്ട് നിൽക്കുകയായിരുന്നു സവാദ് എന്നവർ. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്തവി യാ സവാദ്, സവാദെ ഒന്ന് സഫ് ശരിയായി നിർത്തൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സവാദ് എന്നവരോട് പറയുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ചെറിയൊരു വടി കൊണ്ട് സവാദിൻ്റെ വയറ്റൊന്നും തട്ടി. ഇസ്തവി യാ സവാദ്, സഫ് റെഡിയാക്കി നിൽക്കൂ സവാദേ, ഖാല റസൂലുള്ളാഹി. അപ്പോ ഫഖാല, ബഹുമാനപ്പെട്ട സവാദ് റളിയല്ലാഹു അൻഹു തങ്ങള് പറഞ്ഞു, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഔജഅതനി വഖദ് ബഅസകല്ലാഹു ബിൽ ഹഖ് വൽ അദ്ൽ, മുസ്തഫ നബിയെ എനിക്ക് വേദനിച്ചിട്ടുണ്ട് നബിയെ എന്ന് സവാദ് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് തങ്ങളെ അതുപോലെ തന്നെ ഒന്ന് പ്രതികാരം ചെയ്യണം. തങ്ങൾ വടികൊണ്ട് എന്നെ ഒന്നിങ്ങനെ വെല്ലൊന്ന് തട്ടിയല്ലോ, അപ്പോൾ എനിക്ക് പ്രതികാരം ചെയ്യണം മുസ്തഫ നബി തങ്ങളോട്. ആ രംഗത്തെപ്പറ്റി മഹാകവി വളരെ രസകരമായി കൊണ്ട് പറയുന്നുണ്ട്. ഉരത്തിയ മൗലല്ലുറൂബ ഉശിരിയങ്കൽ യാ ഹബീബ ഉദിമങ്കും താപ താപ യാ റസൂലല്ലാഹ് പെരിയോന്നുമൈറക്കൈ പേശുഞ്ചിന്നിൻ സിടക്കൈ പിരിശം റസൂലദാക്കൈ യാ സഫി അല്ലാഹ് യാ സഫി അല്ലാഹ് വരിശൈ റഹ്മത്തിനല്ലാ ബസാക്കിയുള്ളതല്ല വരുത്തപ്പെടുത്താനല്ല യാ നജി അല്ലാഹ് ഖദ് ത്വാഹ ഉങ്ങളത്തി ഖിദ്ഹാലെ കൊണ്ട് കുത്തി കവായത്ത് കൈമശത്തിൽ ആകും എങ്കിലുമേ ഉദരം വല്ലാവരുത്തം ഉളവായാത് നിമിത്തം ഉള്ളം ഞാലാത് പൊരുത്തം ആക്കിടാൻ നബിയേ. ബഹുമാനപ്പെട്ട സവാദെന്നോര് പറയുകയാണ്, തങ്ങളെ എനിക്ക് അവിടുന്ന് കുത്തിയതുപോലെ എനിക്കൊന്ന് കുത്തണമെന്ന് മുസ്തഫ നബി തങ്ങളോടാണ്. ഇതെപ്പോഴാത് പറയുന്നത്? യുദ്ധരംഗം കൊടുമ്പിരിക്കൊള്ളാൻ പോകുന്ന സമയമാണ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദർ യുദ്ധരണാങ്കണത്തിൻ്റെ ഭാഗത്തുള്ള ഈ ഒരു സംഭവം ബഹുമാനപ്പെട്ട സവാദെന്നോര് പറഞ്ഞപ്പോൾ ഫക്കശഫ റസൂലുള്ളാഹ്, അമ്പിയാക്കന്മാർക്കും ഔലിയാക്കന്മാർക്കും ആഖിറത്തിൻ്റെ വിഷയം പറയുമ്പോൾ പേടിയാണ്. നാളേക്ക് ഒരു കാര്യം അവർ നോ വേണ്ട. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫക്കശഫ റസൂലുള്ളാഹ്, മുസ്തഫ നബി തങ്ങൾ വയറിൻ്റെ ഭാഗം, പള്ളയുടെ ഭാഗം അങ്ങ് തുറന്ന് കാണിച്ചു കൊടുത്തോ. ഫഖബ്ബല ബത്നഹു, ബഹുമാനപ്പെട്ട സവാദെന്നോര് മുസ്തഫായ റസൂലുള്ളാഹിന്റെ വയറിൻ്റെ ഭാഗം ചുംബിക്കുകയാണ്.
റസൂലുള്ളാനെ അടിക്കാനല്ല, റസൂലുള്ളാനെ പകരം കുത്താനല്ല, ചുംബിക്കുകയാണ്. ശറഫാക്കപ്പെട്ട പൂമേനിയിൽ ചുംബിക്കുകയാണ്. യുദ്ധത്തിൻ്റെ രംഗത്ത് ഈ ഒരു സംഭവം കണ്ടപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, യാ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, മാ ഹമലക അലാ ഹാദാ യാ സവാദ്, സവാദ് ഈ ഒരു സമയത്ത് നിങ്ങൾ ഇതിന് പ്രേരിപ്പിച്ച വസ്തു എന്താ? ഖാല, ബഹുമാനപ്പെട്ട സവാദ് എന്നോര് പറയാണ്, യാ റസൂലല്ലാഹ്, മുസ്തഫായ നബിയേ, ഹലറ മാ തറാ. സവാദ് എന്നോര് പറയാണ്, ഹലറ മാ തറാ നബിയെ, മുമ്പോട്ട് നോക്കുമ്പോൾ അബൂജഹലും ശത്രുക്കളുമാണ്, ഇവിടെ യുദ്ധം നടക്കാൻ പോവുകയാണ്, ഞാൻ ഷഹീദാവാൻ ചിലപ്പോൾ സാധ്യതയുണ്ടെങ്കിലോ തങ്ങളെ, അതുകൊണ്ട് എൻ്റെ മനസ്സിലുള്ളൊരടങ്ങാത്തൊരാഗ്രഹമാണ്, ഇഷ്കാണ്, മഹബത്താണ് തങ്ങളെ, എൻ്റെ ഒരു വിചാരമാണ്. അതുകൊണ്ട് തങ്ങളെ, ഇതെൻ്റെ അവസാനത്തെ ടൈമാണെങ്കിൽ അവിടുത്തെ ഷറഫാക്കപ്പെട്ട മുഖമൊന്ന് ചുംബിക്കാൻ ഞാൻ വല്ലാതെ കൊതിച്ചുപോയി നബിയേ. എൻ്റെ ശരീരവും തങ്ങളുടെ ശരീരവും ഒന്ന് ചേർന്ന് നിൽക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് തങ്ങളെ, മറ്റൊന്നുമല്ല. ബഹുമാനപ്പെട്ട സവാദ് റളിയല്ലാഹു അൻഹു, മാഷാ അല്ലാഹ്, മുസ്തഫ നബി തങ്ങൾ എന്ത് ചെയ്തു? നൈനാർ നബി ത്വാഹ ഖമീസൈ കേറ്റി നെവിണ്ടി സവാദോടി ngടുത്തോ തീറ്റി, അതിനാൽ തിരുവാതൻ അയർത്തി നോക്കി അടുത്തി പൊളിഞ്ഞാശ മിളിയോളുക്കി. മാഷാ അല്ലാഹ്, മുസ്തഫ നബി തങ്ങൾ എന്ത് ചെയ്തു? അവിടുത്തെ ഷറഫാക്കപ്പെട്ട കമീസ് ഇങ്ങനെ കയറ്റിക്കൊടുക്കുകയാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ട സവാദ് റളിയല്ലാഹു അൻഹു തങ്ങൾ റസൂലുള്ളാഹി അങ്ങ് ചുംബിച്ചു. പൊരുളാൽ ബാത്തനോട് മുഖത്തെ ചേർത്തി പൊള്ളിയും കാടൽ ഇഷ്കാൽ അണത്തുമോത്തി അരിപൂവാലർന്തേ തേൻ അരിന്തും പോലെ അലുതും മാണത്തും ഷൗ കൊഴിയാഹലേ നൈനാർ നബി ത്വാഹ ഖമീസൈ കേറ്റി നെവിണ്ടി സവാദോടി ngടുത്തോ തീറ്റി. മുസ്തഫായ നബിയെ, തങ്ങളുടെ മധുര മനോഹരമായ പൂമേനയിൽ എൻ്റെ ശരീരമൊന്ന് വെക്കാൻ ഞാൻ ആഗ്രഹിച്ചു പോയിട്ടുണ്ട് റസൂലേ. മുസ്തഫ നബി തങ്ങൾ ഫദാ ബി ഖൈർ, ഖൈർ കൊണ്ട് നബി തങ്ങൾ ദുആ ചെയ്തു പോയി. ഇവിടെ സവാദെന്നോര് കാണിച്ച ഈയൊരു ഇഷ്കിൻ്റെ ലോകം, ഇതിനെപ്പറ്റി മഹാന്മാർ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, യുസ്തഫാദു മിൻ ഖിസ്സത്തി സവാദ്. സവാദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഇഷ്കിൻ്റെ പ്രകടനത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. നമ്പർ 1, ഇസ്ലാമിൻ്റെ അച്ചടക്കം. ഇസ്ലാമിൻ്റെ അച്ചടക്കം. മുസ്തഫ നബി തങ്ങളോട് ആ യുദ്ധം കൊടുമ്പിരിക്കുന്ന സമയത്ത് ഒന്ന് ചുംബിക്കണമെന്ന പറഞ്ഞ സന്ദർഭം നബി തങ്ങൾ അതിൻ്റെ അച്ചടക്കം കാണിച്ചു കൊടുക്കുക. 2, എല്ലാവർക്കും നീതി അവകാശപ്പെട്ടതാണ് എന്നുള്ളതാണ്. 3, മരണ രക്തസാക്ഷികളുടെ സ്മരിക്കലും അതിൽ കടന്നു വരുന്നുണ്ട്, ശുഹദാക്കളുടെ സ്മരണ. 4, ജസദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം മുബാറക്കുൻ, അത് ബറക്കത്തുള്ളതാണ്. വമസ്സുഹു ബറക, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ
അവിടുത്തെ ശരീരം തൊടുക എന്നുള്ളത് വല്ലാത്തൊരു ബറക്കത്തുള്ളതാണ്. ബറക്കത്തും അതിൽ വരുന്നുണ്ട്. അഞ്ചാമത് വയറ്, അത് പുരുഷന് ഔറത്ത് അല്ല എന്നതും വരുന്നുണ്ട്. സവാദ് റളിയല്ലാഹു തങ്ങളുടെ ചരിത്രം, ഈ ഒരു കഥ നമുക്ക് എത്രത്തോളം വായിക്കാൻ കഴിയുമെന്നാണ്. അൽഹംദുലില്ലാ, ബഹുമാനപ്പെട്ട സവാദ് എന്നവരുടെ ഇഷ്കിൻ്റെ ബർക്കത്ത് കൊണ്ട് അർഹമുറാഹിമായ റബ്ബ് നമുക്ക് അവിടുത്തെ മഹബത്ത് വെക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ബഹുമാനപ്പെട്ട ഹുബൈബ് റളിയല്ലാഹു തങ്ങളുടെ ചരിത്രത്തിലും മനോഹരമായൊരു കവിത കാണാൻ കഴിയും. ഹുബൈബ് റളിയല്ലാഹുവിന് ബദ്ർ യുദ്ധത്തിൽ പങ്കെടുത്ത മഹാനാണ്. ഹുബൈബ് റളിയല്ലാഹുവിന് തങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി അയച്ചു. അങ്ങനെ ഹുബൈബ് റളിയല്ലാഹുവിന് തങ്ങളെയും സംഘത്തിനെയും ഹുദൈൽ ഗോത്രക്കാർ പിടിച്ചു, അറസ്റ്റ് ചെയ്തു. അങ്ങനെ ഹുബൈബ് റളിയല്ലാഹുവിന് തങ്ങൾ സയ്യിദ് റളിയല്ലാഹുവിന് തങ്ങളെയും ഹുദൈൽ ഗോത്രക്കാർ മക്കക്കാർക്ക് വിറ്റു. അങ്ങനെ മക്കക്കാർ ബഹുമാനപ്പെട്ട ഹുബൈബ് റളിയല്ലാഹുവിന് തങ്ങളെ മാർക്കറ്റിൽ അടിമച്ചന്തയ്ക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് വിറ്റു. ആ ഹുബൈബിനെ വാങ്ങിയത് ഹാരിസിൻ്റെ മക്കളാണ്. ഹാരിസിൻ്റെ മക്കൾ വാങ്ങി. ഹാരിസിനെ ബദറിൽ ഹുബൈബ് റളിയല്ലാഹുവിന് കൊന്നിട്ടുണ്ട്. അവൻ പ്രതികാരം വീട്ടാൻ കൂടി വിചാരിച്ച് വാങ്ങിയതാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട ഹുബൈബ് റളിയല്ലാഹുവിനെ തടങ്കലിലായി പാർപ്പിച്ചു. അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ബഹുമാനപ്പെട്ട ഹുബൈബ് തങ്ങളെ കൊല്ലുവാൻ വേണ്ടി കൊണ്ടുപോയി. അങ്ങനെ കൊലക്കാരൻ്റെ ഭാഗത്തെത്തുമ്പോൾ ഹുബൈബ് റളിയല്ലാഹുവിന് തങ്ങൾ പാടുന്നൊരു മനോഹരമായ കാവ്യമുണ്ട്. വലസ്തു അബാലിഹീന ഉഖ്തലു മുസ്ലിമാ അലാ അയ്യി ശഖ്ഖിൻ കാന ലില്ലാഹി മസ്റഈ വദാലിക ഫീ ദാതിൽ ഇലാഹി വഇൻ യശാ യുബാരിക് അലാ ഔസാലി ശിൽവിൻ മുമസ്സഈ. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഹുബൈബ് റളിയല്ലാഹു അൻഹു തങ്ങളെ തന്നീമിലേക്ക് കൊണ്ടുപോവുകയാണ്. ഹുബൈബ് റളിയല്ലാഹു അൻഹു ഹുബൈബിനെ തൂക്കിലേക്ക് വെക്കാൻ പോകുന്ന സമയത്ത് അബൂ സുഫിയാൻ ചോദിച്ചു, ഹുബൈബെ, ഇസ്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഇസ്ലാമെന്ന് പിന്മാറിക്കൊണ്ട് ഇങ്ങോട്ട് വന്നാൽ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാം, എന്ത് വേണോ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാം. ഹുബൈബ് റളിയല്ലാഹുവിന് തികഞ്ഞ ഈമാൻ, അർപ്പണബോധം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. അതാണ് ഹുബൈബ് തങ്ങൾ. അങ്ങനെ കഴുമരത്തിലേക്കാട് നീങ്ങിയപ്പം അവിടെ നിന്ന് ഹുബൈബ് തങ്ങൾ പാടിയതാണ് വലസ്തു ബാലീന ഉഖ്തലു മുസ്ലിമാ അലാ അയ്യി ശഖ്ഖിൻ കാന ലില്ലാഹി മസ്റഈ. ഏത് ഭാഗത്തിലൂടെ എനിക്ക് മരണം വരിക്കേണ്ടി വന്നാലും എനിക്കൊരു പേടിയുമില്ല, എനിക്കൊരു വേജാറുമില്ല. വദാലിക ഫീ ദാതിൽ ഇലാഹി വഇൻ യശാ. ഞാൻ ഈ മരിക്കുന്നതെല്ലാം തന്നെ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടിയാണ്, അള്ളാഹുവിൻ്റെ മതത്തിന് വേണ്ടിയാണ്. എനിക്കൊന്നൊരു പേടിയും ഒരു വേജാറും ഈ വിഷയത്തിൽ എനിക്കില്ല. ബഹുമാനപ്പെട്ട ഹുബൈബ് റളിയല്ലാഹു അൻഹു തങ്ങൾ കഴുമരത്തിലേക്ക് കയറിയപ്പോൾ അവിടുത്തെ മുഖം ഖിബ്ലയുടെ ഭാഗത്ത് തെറ്റിയപ്പോൾ അള്ളാഹുവിനോടൊരു ദുആ നടത്തി. പടച്ച റബ്ബേ, اللهم إن كان لي عندك خير فحول وجهي نحو قبلتك. അല്ലാഹുവേ, എന്നിൽ എന്തെങ്കിലും ഒരു ഖൈർ ഉണ്ടെങ്കിൽ റഹ്മാനായ റബ്ബേ, എൻ്റെ മുഖത്തിനെ നീ ഖിബ്ലയുടെ ഭാഗത്തേക്ക് നീ ആക്കണേ അല്ലാഹ്. കഴിമരുന്ന് ദ്വാരിക്കാണ് ബഹുമാനപ്പെട്ട ഹുബൈബ് റളിയല്ലാഹു അൻഹു. അല്ലാഹു തആല ആ ദുആ അപ്പോൾ തന്നെ സ്വീകരിച്ചു. ഫഹവ്വലല്ലാഹു വജ്ഹഹു നഹ്വഹാ. അല്ലാഹു തആല ഹുബൈബ് തങ്ങളുടെ മുഖം ഖിബ്ലയിലേക്ക് കൊണ്ട് നേരെയാക്കി.
ശത്രുക്കൾ എത്ര നോക്കിയിട്ടും കിബിലൻ്റെ ഭാഗത്തുനിന്ന് തെറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. പിന്നെ കിബില കറക്റ്റ് ഇങ്ങോട്ട് വന്നപ്പോൾ ഫഖാല, ബഹുമാനപ്പെട്ട ഹുബൈബ് തങ്ങൾ പറഞ്ഞു, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. പിന്നെ ശത്രുക്കൾ അവസാനം പല രൂപത്തിൽ നോക്കിയിരുന്നു ഹുബൈബിനെ മാറ്റിയെടുക്കാൻ. ഇല്ല, അടിയുറച്ച ഈമാൻ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ബഹുമാനപ്പെട്ട ഹുബൈബ് റളിയല്ലാഹു അൻഹു തങ്ങള് അവിടുന്ന് ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ അഹ്സിഹിം മദദാ വഖ്തുൽഹും ബിദദാ വലാ തുഗാദിറു മിൻഹും അഹദാ. അല്ലാഹുവേ, ശത്രുക്കളെ നശിപ്പിക്കണേ റബ്ബേ. മഹാനുകൾ ദുആ ചെയ്തു. ഒരാളുമില്ലാതെ എല്ലാ ശത്രുക്കളെയും നീ നശിപ്പിക്കണേ അല്ലാ എന്ന് ദുആ ചെയ്തു. ഹുബൈബ് റളിയല്ലാഹു അൻഹു തങ്ങള് അല്ലാഹു തആല വലിയ സ്ഥാനം കൊടുക്കുകയും വലിയ മഹത്വം കൊടുക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട ഹുബൈബ് റളിയല്ലാഹു അൻഹു തങ്ങൾ അവസാനം ബഹുമാനപ്പെട്ട ഹുബൈബ് റളിയല്ലാഹു അൻഹു തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞു. റഹ്മുർ-റഹീമായ റബ്ബ് അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് നമുക്കെല്ലാവർക്കും ഈമാനും തഖ്വയും അല്ലാഹു തആല വർദ്ധിപ്പിച്ച് സന്തോഷമുള്ള സമാധാനമുള്ള ജീവിതം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ശുഹദാക്കളെ ഓർക്കുക എന്നുള്ളത് നമ്മുടെ ഈമാനിൻ്റെ വർദ്ധവിന് ആവശ്യമാണ്. പ്രത്യേകിച്ച് ബദരീങ്ങളെ ഓർക്കുക എന്നുള്ളത് നമ്മുടെ ഈമാനിൻ്റെ വർധനവ്. ഈമാൻ, ഇസ്ലാം, തൗഹീദ്, ശിർക്കൊക്കെ പഠിക്കേണ്ടത് ബദരീങ്ങളിൽ നിന്നാണ്. ബദരീങ്ങളാണ് നമുക്കെല്ലാത്തിനും മാതൃക. ബഹുമാനപ്പെട്ട സ്വഹാബത്തിൻ്റെ ഒക്കെ വിശ്വാസം എന്താണ്? മുസ്തഫ നബി തങ്ങൾ, ബദരീങ്ങളുടെ ധൈര്യവത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ മുമ്പിലുള്ളത്, പിന്നെന്തിന് പേടിക്കാനാണ്? തവസ്സൽനാ ബിബിസ്മില്ലാ വബിൽ ഹാദി റസൂലില്ലാ വകുല്ലി മുജാഹിദിൻ ലില്ലാ വഅഹ്ലിൽ ബദീരി യാ അല്ലാഹ്. ഇല്ലാത്ത സംഭവമാണ്. ഹുബൈബ് തങ്ങൾ അവസാനം അള്ളാഹിനോട് ദ്വാരന്ന് പഠിച്ചവനെ, എൻ്റെ ശരീരം അക്രമികൾക്ക് നീ വിട്ടുകൊടുക്കരുതേ റബ്ബേ എന്ന് ദ്വാ ചെയ്തു ബഹുമാനപ്പെട്ടവർ. അതുകൊണ്ട് പോലെ തന്നെ ഒരാൾക്കും ഹുബൈബ് തങ്ങളെ തൊടാൻ കഴിഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ട സലമത്ത് ബിനു അസ്ലം റളിയല്ലാഹു അൻഹു തങ്ങളെ യുദ്ധം ഇങ്ങനെ കൊടുമ്പിരി കൊടുക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഒരു വാള് മുറിഞ്ഞ് പൊട്ടിയങ്ങ് പോയി. പിന്നെ കയ്യിൽ യുദ്ധം ചെയ്യാനൊന്നുമില്ല. വേഗം ഇലാ ഹദറത്ത് റസൂലില്ല, എല്ലാത്തിനും പരിഹാരം മുസ്തഫ നബി തങ്ങളല്ലേ. നബിയെ, എൻ്റെ കയ്യിലുള്ള വാളൊക്കെ പൊട്ടിപ്പോയി നബി, എനിക്ക് എന്തെങ്കിലും ഒന്ന് വേണോ? മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയ്യിലെന്തോ കൊടുക്കാൻ വേണ്ടേ? ഈത്തപ്പന മട്ടലിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം എടുത്തു കൊടുത്തു. എന്താ പിടിച്ചോളി അസ്ലമേ. അതങ്ങോട്ട് വാങ്ങിക്കുകയും ഫൈദൻ ഹുവ സൈഫുൻ ജയ്യിദുൻ, നല്ലൊരു വാളായി മാറി. അതുമായി ഘോരയുദ്ധം ചെയ്തു. അങ്ങനെ ഓരോ മഹാന്മാരെ, റിഫായത്ത് ബിനു മാലിക് റളിയല്ലാഹു അൻഹു തങ്ങളുടെ കണ്ണിലേക്ക് ഒരു അമ്പ് വന്ന് തെറിച്ചു, കണ്ണങ്ങ് പൊട്ടിപ്പോയി. നേരെ ഇലാ ഹദറത്ത് റസൂലില്ലാ, ആരംഭ റസൂലാണ്, അഭയം മുസ്തഫായ നബി തങ്ങളോട് നബിയെ കണ്ണ് പൊട്ടിപ്പോയി. അവിടുത്തെ ഷറഫാക്കപ്പെട്ട ഉമനീര് വെച്ചുകൊണ്ട് അങ്ങ് തടവി കൊടുക്കുകയാണ്. കണ്ണിൻ്റെ രോഗമങ്ങ് മാറുകയാണ്. ശുഹദാക്കൾ എന്നും കടന്നു വരണം ജീവിതത്തിൽ. അതുകൊണ്ട് എല്ലാ ദിവസങ്ങളും ഒരു മൂമിനായ മനുഷ്യന് ഈമാനിൻ്റെ വർധനവിന് വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യമാണ്. അസ്ഹാബുൽ ബദരീങ്ങളുടെ പേര് പറയുക, അല്ലെങ്കിൽ അവരുടെ പേര് ഫാത്തിഹ ഓതുക, അസ്മാഉൽ ഹുസ്നയും ചൊല്ലുക. ഇത് രണ്ടും ഉണ്ടായാൽ ഈമാൻ ഇങ്ങനെ മാറ്റുകൂടിക്കൊണ്ടേയിരിക്കും. അസ്മാഉൽ ഹുസ്ന അല്ലാഹുവിൻ്റെ 99 പേര്. യാ അല്ലാഹ് റഹ്മാൻ, യാ അല്ലാഹ് റഹീം, യാ അല്ലാഹ് മലിക്, യാ അല്ലാഹ് ഖുദ്ദൂസ്, യാ അല്ലാഹ് സലാം, യാ അല്ലാഹ് മുഅ്മിൻ, യാ അല്ലാഹ് മുഹൈമിൻ, യാ അല്ലാഹ് അസീസ്, യാ അല്ലാഹ് ജബ്ബാർ, യാ അല്ലാഹ് മുതകബ്ബിർ, യാ അല്ലാഹ് ഖാലിഖ്, യാ അല്ലാഹ് ബാരി, യാ അല്ലാഹ് മുസവ്വിർ, യാ അല്ലാഹ് ഗഫാർ, യാ അല്ലാഹ് ഖഹാർ, യാ അല്ലാഹ് വഹാബ്, യാ അല്ലാഹ് റസാഖ്, യാ അല്ലാഹ് ഫത്താഹ്, യാ അല്ലാഹ്
അലീമി അല്ലാ, ഖാബിലി അല്ലാ, ബാസിത്തി അല്ലാ, ഹാഫിലി അല്ലാ, ഹാഫിലി അല്ലാ, റാഫി അല്ലാ, മുഇസ്സി അല്ലാ. അങ്ങനെ അള്ളാഹുവിൻ്റെ 99 പേരുകൾ, 99 പേര് റബ്ബിനുള്ളതാ. അസ്മാഉൽ ഹുസ്ന എന്ന ഹദീസിൽ വന്നതാ. കാണാതൊരാൾ ചൊല്ലുന്നു എന്നാൽ പേരിത് സ്വർഗത്തിലാമെന്നും ഹദീസിൽ ഉണ്ടിത്. അസ്മാഉൽ ഹുസ്ന എന്നും ചൊല്ലിക്കോളി സഹോദരിമാരെ. അസ്മാഉൽ ഹുസ്ന ചെല്ലുന്തോറും അല്ലാഹു തആലക്ക് ഭയങ്കര ഇഷ്ടമാണ്. അസ്മാഉൽ ഹുസ്ന ചെല്ലുന്നവരോട് ഭയങ്കര ഇഷ്ടമാണ്. അള്ളാഹുവിൻ്റെ പേരുകളല്ലേ. മൻ ഹഫിളഹാ ദഖലൽ ജന്ന. ആരെങ്കിലും അസ്മാഉൽ ഹുസ്ന അള്ളാഹുവിൻ്റെ 99 പേരുകൾ ആരെങ്കിലും മനഃപ്പാഠമാക്കിയാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ കടന്നുപോയി. ഖാല റസൂലുള്ളാഹി. അതുപോലെ തന്നെ അസ്ഹാബുൽ ബദരീങ്ങളുടെ പേരിൽ ഫാത്തിഹ ഓതാത്ത ഒരു ദിവസവും നമ്മൾ കടന്നു പോകരുത്. ഫാത്തിഹ ചുരുങ്ങിയതാൻ പറഞ്ഞതാണ് യാസിനാദ്. കാരണം ബദരീങ്ങളാണ് എല്ലാത്തിനും നമുക്കൊരു ധൈര്യം. അസ്ഹാബുൽ ബദരീങ്ങളാണ്. മുന്നോട്ട് നോക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, അപ്പുറത്ത് അബൂജാല്, 1000-ഓളം വരുന്നവൻ്റെ ശിങ്കിടികൾ, കള്ളു കുടിച്ചും ഷീട്ട് കളിച്ചും എല്ലാം മറ്റ് എല്ലാ സൗകര്യങ്ങളും. അവനോടാണ് ഈ സാധുക്കളായ പാവങ്ങളായ ബഹുമാനപ്പെട്ട സ്വഹാബത്തെ കിറാം അവരോട് ഏറ്റുമുട്ടാൻ. അല്ലാഹ് ബദരീങ്ങളുടെ ധൈര്യം, ഒന്നാമതും രണ്ടാമതും മൂന്നാമതും അല്ലാഹുവിലുള്ള വിശ്വാസം, ഈമാൻ, മുസ്തഫായ നബിതങ്ങളുടെ മഹബത്തും തവക്കുല്, ഇതൊക്കെ ബദർ നൽകുന്ന പാഠമാണ്. പ്രയാസങ്ങളും പ്രതിസന്ധികളും മോമിനിങ്ങൾക്ക് എന്നും വന്നുകൊണ്ടേയിരിക്കും. ഈ ബദർ യുദ്ധം അതിന് നൽകിയതാണ്. പ്രയാസങ്ങളും വിഷമങ്ങളും ദുനിയാവിൽ ജീവിക്കുന്ന കാലത്തോളം ഒന്നല്ലെങ്കിൽ മറ്റൊരു രൂപത്തിലായി ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള തവക്കുലിൻ്റെ വലിയ പാഠമാണ് അസ്ഹാബുൽ ബദരീങ്ങൾ നമുക്ക് നൽകുന്നത്. അത് വലിയൊരു പാഠമാണ്. ഏത് പ്രയാസങ്ങൾ വരുമ്പോഴും വിഷമങ്ങൾ വരുമ്പോഴും നീ പതറല്ലേ ഉമ്മാ, പതറരുത് മോനെ. പ്രയാസങ്ങളും വിഷമങ്ങളും വരുമ്പോൾ തവക്കൽതു അലല്ലാഹ്, അല്ലാഹുവിൻ്റെ മേലങ്ങ് തവക്കലാക്കുക. അല്ലാഹു നമുക്ക് സഹായത്തിനുണ്ട്. ശുഹദാക്കൾ അവരെന്നും ഹയാത്തുള്ള ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹ്. അല്ലാഹുവിൻ്റെ വഴിയിൽ ഷഹീദായി പോയ മഹാന്മാരെ പറ്റി നിങ്ങൾ വിചാരിക്കരുത്. അംവാത, അവർ മരിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ബൽ അഹ്യാഉൻ, അവർ ജീവിച്ചിരിക്കുന്നവരാണ്. ഖുർആനല്ലേ പറയുന്നത്, അവർ ജീവിച്ചിരിക്കുന്നവരാണ്. ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അവർ അല്ലാഹുവിൻ്റെ അടുക്കൽ ജീവിച്ചു. സമുദായൻ്റെ അളറത്തിലെന്നും ഹയാത്തുള്ള ശൗക്കുറ്റ ബദർ ശുഹദാക്കളെ, സമുദായത്തിനായുയർമാലും കൊടുത്തുള്ള സൗഭാഗ്യമുത്ത് ബദരീങ്ങളെ, സൗഭാഗ്യമുത്ത് ബദരീങ്ങളെ. മഹാസംഭവമാണ്. എല്ലാ ശുഹദാക്കളും വലിയ പവറുള്ളവരാണ്. അതിൽ അസ്ഹാബുൽ ബദരീങ്ങൾ വല്ലാത്ത മഹത്വമുള്ളവരാണ്.